അനിലക്കര, ഇനി അങ്ങ് നേരത്തെ സൂചിപ്പിച്ച അങ്ങ് സംശയിക്കുന്നത് എന്താണ്? ഈ പണം കൈമാറിയിട്ടുണ്ടെങ്കിൽ ആര് കൈമാറി, എവിടെ വെച്ച് കൈമാറി, എങ്ങനെ കൈമാറി? ഇതൊന്നും നമ്മുടെ മുന്നിൽ വന്നിട്ടില്ല. വിജിലൻസ് അത് അന്വേഷിക്കുകയാണ്. പക്ഷേ കെ വി അബ്ദുൽ ഖാദർ പറയുന്ന മറുവാദമുണ്ട്. മറ്റത്തൂരിൽ നിങ്ങൾക്ക് സംഭവിച്ച ജാള്യത മറയ്ക്കാൻ നിങ്ങളുടെ മുഖം രാഷ്ട്രീയമായി വികൃതമായപ്പോൾ മറ്റൊരു തിരക്കഥയുമായി വന്നിരിക്കുകയാണ്. ഇത് തിരഞ്ഞെടുപ്പിന് മുമ്പ് UDF തന്നെ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു തിരക്കഥയാണോ എന്ന് CPM സംശയിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനൊരു തിരക്കഥയല്ലെന്ന് എങ്ങനെ തെളിയിക്കുമെന്നുള്ളതാണ് ചോദ്യം. മാത്രമല്ല, ഒരു ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റിന് വേണ്ടി 50 ലക്ഷം രൂപയൊക്കെ തൃശ്ശൂരിൽ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ച CPM കൊടുക്കുമെന്ന് എങ്ങനെ കരുതും അനിലക്കര? ഇവിടെ പിന്നെ അബ്ദുൽ ഖാദർ വസ്തുതാപരമായി തന്നെ ഈ ചർച്ചയെ വഴിതെറ്റി വിടാനാണ് ശ്രമിക്കുന്നത്. കാരണം അദ്ദേഹം പറയുന്നത് പിന്നെ ലീഗ് സ്വതന്ത്രൻ്റെ വോട്ട് അസാധുവായി എന്നാണ്. അത് അരുൺകുമാർ പറഞ്ഞു എന്ന് എനിക്കറിയില്ല. പിന്നെ ജോർജ് പൊടിപ്പാറ സാർ അത് ആവർത്തിക്കുകയും ചെയ്തു. അങ്ങനെയല്ല ഉണ്ടായത്. ഇവിടെ UDFൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ മുസ്ലിം ലീഗ് സ്വതന്ത്രൻ പിന്നെ ബ്ലോക്ക് പഞ്ചായത്തിൽ LDF വോട്ട് ചെയ്യാണ് ഉണ്ടായത്, അല്ലാതെ അസാധുവാവുകയല്ല ചെയ്തത്. എന്ന് വെച്ചാൽ ഷാനവാസിൻ്റെ പേര് പാർലമെൻ്ററി പാർട്ടി യോഗം ചേർന്ന് നിർദ്ദേശിക്കാൻ നമ്മൾ ആളെ ചുമതലപ്പെടുത്തുകയും പിന്താങ്ങാൻ ഈ ജാഫർ മാഷയാണ് നിർദ്ദേശിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്താങ്ങുകയും ജാഫർ മാഷ് പിന്തുണയ്ക്കുകയും ചെയ്തതിന് ശേഷം വോട്ട് ബാലറ്റ് കിട്ടിയ സമയത്ത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ആദ്യം കിട്ടിയാൽ സ്ഥാനാർത്ഥിയുടെ പേരുണ്ടോ എന്ന് നോക്കണം, അതിനുശേഷം പിന്നെ വോട്ട് അതിൽ ഇൻഡു മാർക്ക് ചെയ്യണം, അതിൻ്റെ പിന്നിൽ പേരെഴുതി ഒപ്പിടണം എന്നാണ് പറഞ്ഞത്. ഇവിടെ വളരെ കൃത്യമായും പിന്താങ്ങിയ ആൾ, ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ്, പല തെരഞ്ഞെടുപ്പുകളും മത്സരിച്ചിട്ടുണ്ട്, വോട്ട് ചെയ്യാനും പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ കയ്യിൽ കിട്ടുന്ന ബാലറ്റ് പേപ്പർ ആണെങ്കിലും എൻ്റെ മുന്നിലുള്ള ഈ പിന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രമാണെങ്കിലും ഒക്കെ അതിൽ ഞാൻ കൈപ്പത്തിയല്ലാതെ അല്ലെങ്കിൽ UDFൻ്റെ ചിഹ്നമല്ലാതെ എനിക്ക് മറ്റൊരു ചിഹ്നവും ഇതേവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ സ്ഥാനാർത്ഥികളാണെങ്കിലും മറ്റാളുകളാണെങ്കിലും നമ്മൾ തീരുമാനമെടുത്ത് പോകുന്ന അതേ ചിഹ്നം തന്നെയാണ് അല്ലെങ്കിൽ പേര് തന്നെയാണ് കാണാൻ കഴിയുക. ഇവിടെ വളരെ കൃത്യമായി ഒന്നാമത്തെ പേര് നബീസയുടെ എന്ന് ആവർത്തിച്ച് ഇദ്ദേഹം പറയുന്നുണ്ട്. ഇദ്ദേഹം അവർക്കാണ് വോട്ട് ചെയ്തത്, അല്ലാതെ വോട്ട് മാറ്റി ചെയ്തോ അല്ലെങ്കിൽ അസാധുവാവുകയല്ല ചെയ്തു. ഈ ജില്ലയിൽ പല സ്ഥലത്തും ആളുകൾ വോട്ട് മാറ്റി ചെയ്തിട്ടുണ്ട്, അസാധുവായിട്ടുണ്ട്. BJP സ്ഥാനാർത്ഥികൾ വോട്ട് അസാധുവായി ചെയ്ത് CPMനെ പഞ്ചായത്തിൽ കിട്ടി. അതിലൊന്നും ഞങ്ങൾ ആരും ആരോപണം ഒരു സ്ഥാനാർത്ഥിയുടെ LDFിലെ ഒരു വാർഡ് മെമ്പറുടെ തന്നെ വോട്ട് അസാധുവായിട്ടില്ലേ? അങ്ങനെ കണക്കാക്കാൻ സാധിക്കില്ലേ എന്നുള്ളതാണ് KV അബ്ദുൽ ഖാദർ ചോദിച്ചത്. ഞാനതാണ് പറഞ്ഞത്. വോട്ട് അസാധുവായിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, പല സ്ഥലങ്ങളിലും LDF UDF സ്ഥാനാർത്ഥികൾക്ക് വോട്ട് മാറ്റി ചെയ്തിട്ടുണ്ട്. അതൊക്കെ വളരെ കൃത്യമാണ്. ഇവിടെ LDFൻ്റെ സ്ഥാനാർത്ഥി LDFൻ്റെ വോട്ട് അസാധുവായാണ് ചെയ്തത്. ഇവിടെ അതല്ല. ഇവിടെ വളരെ കൃത്യമായും ഷാനവാസിൻ്റെ പേര് പിന്തുണയ്ക്കാൻ പറഞ്ഞ ആൾ പോയി നബീസ എന്ന് പറയുന്ന LDF സ്ഥാനാർത്ഥി വോട്ട് ചെയ്യുകയാണ് ചെയ്തത്, അസാധുവാക്കുകയല്ല ചെയ്തത്. അതാണ് ഞാൻ കൃത്യമായി പറയുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെറിയ കൺഫ്യൂഷൻസ് വന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ലീഗുമായി ബന്ധപ്പെടുകയും അത് വളരെ കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു. ഇവിടെ ഞാൻ ഇതൊരു നാടകം ഉണ്ടാക്കാൻ വേണ്ടി വന്ന ഒരാളല്ല. എൻ്റെ കയ്യിൽ ഡോക്യുമെൻറ്റുകൾ ഇരിക്കുന്നുണ്ട്. ഞാൻ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ചുമതല എനിക്കായിരുന്നു, പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ചുമതല എനിക്കായിരുന്നു, മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ചുമതല എനിക്കായിരുന്നു. അതിൽ മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൽ ഞങ്ങൾ ജയിക്കുകയുണ്ടായി. പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് ഇതേപോലെ ഒപ്പത്തിനൊപ്പം വന്നു, നറുക്കെടുത്തപ്പോൾ LDFന് ലഭിച്ചു. ഇതും അതേ രീതിയിൽ വരേണ്ടതായിരുന്നു. പക്ഷേ ഇവിടെ നമ്മുടെ പിന്നെ ലീഗ് സ്വതന്ത്രൻ വോട്ട് മാറിയപ്പോൾ അങ്ങനെ പോയതാണ്. അല്ലാതെ ഇത് അസാധുവാണ് എന്ന രീതിയിൽ നിങ്ങൾ ആരും പറയരുത്, അത് ആരും കയറി എൻഡോസ് ചെയ്യരുത്. ഇത് വോട്ട് മാറ്റി ചെയ്യുക തന്നെയാണ് ചെയ്തത്, വിപ്പ് ലംഘിച്ചാണ് വോട്ട് ചെയ്തത്. അപ്പോൾ അത് ഒരു കാര്യം. രണ്ടാമത്, ഇതിനകത്ത് വരുന്ന ഈ കോൺട്രവേഴ്സി, ഇത് 27-ാം തീയതി നടന്ന സംഭവമാണ്. 27-ാം തീയതി നടന്ന സംഭവം 28-ാം തീയതി 29-ാം തീയതിയോ ഷാനവാസ് തന്നെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിത് വളരെ കൃത്യമായും അന്ന് വിജിലൻസ് ഡയറക്ടർക്ക് പരാതി കൊടുത്തതിന് ശേഷം ഞാൻ ഈ വടക്കാഞ്ചേരി ഉണ്ടായിരുന്ന ഒരു MLA ആണല്ലോ, ഞാൻ എൻ്റെ അസംബ്ലിക്കകത്താണല്ലോ ഈ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുന്ന സ്ഥാപനം ഇരിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ടായിരുന്നു. ഇത് കുന്നംകുളം എൻ്റെ ചുമതലയുടെ ഭാഗമായിട്ടാണ്, അല്ലാതെ അബ്ദുൽ ഖാദർ പറയുന്ന പോലെ ഞാൻ ഇത് വലിഞ്ഞു കയറി വന്ന് ഒരു മറ്റേ ആളായി വന്നതല്ല. എൻ്റെ ഉത്തരവാദിത്തമാണ്, ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി എനിക്കാണ്. അതുകൊണ്ടാണ് ഞാനത് നോക്കിയത്. അപ്പോൾ കുന്നംകുളം അസംബ്ലി മണ്ഡലത്തിൽപ്പെട്ട എരുമപ്പെട്ടിയുടെ ഭാഗം ഇതിനകത്തുണ്ട്, വടക്കാഞ്ചേരി അസംബ്ലി മണ്ഡലത്തിൽപ്പെട്ട തെക്കൻകരയുടെ ഭാഗം ഇതിനകത്തുണ്ട്, അതുപോലെ തന്നെ ചേലക്കര അസംബ്ലി മണ്ഡലത്തിൻ്റെ വെള്ളത്തോർനകൾ ബ്ലോക്ക് എന്നുമായി ബന്ധപ്പെട്ട വിഷയമുണ്ട്. ഇത് വളരെ കൃത്യമായും ഇതിൻ്റെ ഏരിയയിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ ന്യൂനപക്ഷ സമുദായ അംഗങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള പ്രദേശമാണ്. അപ്പോൾ ആ സമുദായത്തിൽപ്പെട്ടും ഉയർന്നു വരുന്ന ഷാനവാസ് എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനെ ഇവർക്ക് ഭയമാണ് എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും അറിയാം. നിരവധി വിഷയങ്ങൾ ഷാനവാസിനെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ടൊക്കെ താർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഷാനവാസ് അവിടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി വന്നു കഴിഞ്ഞാൽ ചേലക്കരയിലെ ഈ വള്ളത്തോൾ നഗർ ബ്ലോക്കിൽ അടുത്ത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ലീഡ് ചെയ്യും, ഒരു തർക്ക കാര്യത്തിലില്ല.
ഇതിപ്പോൾ കുറച്ചുകൂടി ഞങ്ങൾക്ക് എളുപ്പമായി. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ചേലക്കരയുടെ ഒരു ഭയം ഓർക്കുണ്ടായിരുന്നു. ഞങ്ങൾക്ക് കുന്നംകുളം അസംബ്ലി മണ്ഡലത്തിലെ പിന്നെ കുന്നംകുളം മുനിസിപ്പാലിറ്റി ആർക്കും ഭൂരിപക്ഷമില്ല. കാട്ടാകമ്പാൽ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ പിടിച്ചെടുത്തു. പോർക്കുളം വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ പിടിച്ചെടുത്തു. പിന്നെ ഞങ്ങളുടെ പിന്നെ ചൊവ്വന്നൂർ ഞങ്ങളിൽ നിന്നും ചേർന്ന് ഞങ്ങൾ അവരെ പക്ഷേ ഇപ്പോഴും ഒരു CPM നേതാവിന്റെ അതല്ലെങ്കിൽ ഈ സംഭവത്തിന്റെ എന്തെങ്കിലും ദൃശ്യങ്ങളോ നമുക്ക് നമ്മുടെ കയ്യിൽ അരുൺ ഞാൻ ഉത്തരവാദിത്തോടുകൂടി ഞാൻ പറയാം. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് അവർക്കൊരു അജണ്ട ഉണ്ടായിരുന്നു. ഈ അജണ്ട ഈ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പിടിക്കുക എന്ന് തന്നെയാണ്. ഇത് 95 ഇതുപോലെ നറുക്കെടുപ്പിൽ UDF ലഭിച്ചതിന് ശേഷം നിരന്തരമായി CPM ജയിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്താണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഒക്കറൻസ്, ഇതിൻ്റെ ഒരു ക്രൈമിൻ്റെ ഒക്കറൻസ്, ഇതിൻ്റെ ഗൂഢാലോചന എവിടെയാണ് നടക്കുന്നത്? ഇതിൻ്റെ ഗൂഢാലോചന നടക്കുന്നത് ഞാൻ കൃത്യമായി എൻ്റെ അന്വേഷണത്തിൽ എനിക്ക് ലഭിച്ചതാണ്. ഇത് വിജിലൻസ് അന്വേഷണം ശരിയായ രീതിയിൽ നടന്നു പോയാൽ ഇതിനകത്ത് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പിന്നെ മുമ്പുണ്ടായിരുന്ന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇതിനകത്ത് വളരെ ക്രിയലായി ഇതിനകത്ത് പ്രതിസ്ഥാനത്ത് വരും. വടക്കാഞ്ചേരി MLA-യുടെ പിന്നെ സാന്നിധ്യവും വടക്കാഞ്ചേരി MLA-യുടെ ഇടപെടലും ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള എല്ലാ രേഖകളും തെളിവുകളും ഇതിനകത്ത് കാണിക്കാൻ കഴിയില്ല. ഇതിനകത്ത് നമുക്ക് സാക്ഷികളെയാണ് ഇതിനകത്ത് ഉണ്ടാക്കാൻ കഴിയുക. അതുമായി ബന്ധപ്പെട്ട് പല ആളുകളുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പല ആളുകളും നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ ഞാനൊരു കാര്യം പറയട്ടെ, ബാബു എന്ന് പറയുന്ന CPM-ന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ ഫോൺ കോൾ ഞങ്ങളിപ്പോൾ മാധ്യമങ്ങൾക്ക് കൊടുത്തല്ലോ. അതെങ്ങനെയാണ് ബാബു ഈ പറയുന്ന ജാഫറിന് കൊടുത്ത ഫോൺ സന്ദേശം ഞങ്ങളുടെ കയ്യിൽ വരുന്നത്? ഇവിടെ വളരെ കൃത്യമായി ഈ വിഷയം കഴിഞ്ഞതിന് ശേഷം CPM പ്രവർത്തകർ, CPI പ്രവർത്തകർ ഞങ്ങളുമായി ബന്ധപ്പെട്ട് ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വരവൂർ എന്ന് പറയുന്ന പ്രദേശം നിങ്ങൾ വിചാരിക്കുന്ന പോലെ സാധാരണ പ്രദേശമല്ല. CPM-ന് വലിയ സ്വാധീനമുള്ള പ്രദേശമാണ്. പുരോഗമന ചിന്താഗതിക്കാർക്ക് വലിയ സ്വാധീനമുള്ള പ്രദേശമാണ്. ഒരു കാരണവശാലും ഇങ്ങനെ ഒരു മണി ഗാംബ്ലിങ്ങിന് കൂട്ടുനിൽക്കുന്ന പ്രദേശമല്ല. അവിടുത്തെ CPI-കാരാണെങ്കിലും CPM-കാരാണെങ്കിലും ഞങ്ങളുമായി ബന്ധപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ബാബുവിൻ്റെ ഫോൺ സന്ദേശം, ഈ പറയുന്ന ജാഫറിന് പിന്നെ വിളിച്ച ഫോൺ സന്ദേശം, എങ്ങനെയാണ് നീ ജാഫറെ നീ ഭയക്കണ്ട എന്ന് പറഞ്ഞ ഫോൺ സന്ദേശം ഇന്ന് മാധ്യമങ്ങളിൽ വന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിനകത്ത് ഒരു സംശയവും വേണ്ട. വരും നാളുകളിൽ ഞങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുന്ന ഉത്തരവാദിത്തങ്ങളുടെ ബോധമുള്ള വിഷയങ്ങളെ ഞാൻ ഏറ്റെടുക്കാറുള്ളൂ. ഒരു കാര്യം ഉറപ്പാണ്. എന്താണ് ഈ 50 ലക്ഷത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞല്ലോ? ഇവിടെ കരുവന്നൂർ കേസിലെ പ്രതികൾ ആരൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല. ആ കരുവന്നൂർ കേസിലെ പ്രതിയെ വെല്ലുവിളിച്ച് ഞാൻ അബ്ദുൽ ഖാദർ, ഞാൻ നിങ്ങൾ പറയുമ്പോൾ ഞാൻ കളിയാക്കാറോ പുച്ഛിക്കാറോ ചെയ്തത് ഞാൻ നിശബ്ദനായി കേട്ട് നിൽക്കുകയാണ്. ഈ കരുവന്നൂർ കേസിലെ പ്രതിസ്ഥാനത്തുള്ള 1 വർഷത്തോളം ജയിലിൽ കിടന്ന ഒരാളെ വെല്ലുവിളിച്ച് നിങ്ങൾ വടക്കാഞ്ചേരിയിൽ സ്ഥാനാർത്ഥിയാക്കിയില്ലേ? ജനം അയാളെ പരാജയപ്പെടുത്തിയില്ലേ? അപ്പോൾ ആ കരുവന്നൂർ കേസിലെ പ്രതിസ്ഥാനത്തുള്ള MLA-മാർ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഇവിടെ DYFI-യുടെ ബഹുമാനായ മുൻ ജില്ലാ സെക്രട്ടറി ഡീലേഴ്സ് എന്ന് പറഞ്ഞത് ഞങ്ങളാരുമല്ലല്ലോ. AC മോദിനെയും കണ്ണനെയും ഈ പറയുന്ന നേതാക്കന്മാരെയും ഒക്കെ ഡീലേഴ്സ് എന്ന് പറഞ്ഞത്, കോടിക്കണക്കിന് ഇവിടെ ബിസിനസ് ഇടപാടുകൾ നടത്തുന്നു എന്ന് പറഞ്ഞത് നിങ്ങളുടെ DYFI-യുടെ ജില്ലാ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായ ശരത് പ്രസാദാണ്. ഞങ്ങൾ പറഞ്ഞ ആരോപണമല്ല. തൃശ്ശൂർ ജില്ലയിൽ EP ജയരാജൻ ജില്ലാ സെക്രട്ടറി ആയതിനു ശേഷം പണവുമായി ബന്ധപ്പെട്ട ഡീലിംഗ് നടത്തുന്ന ഒരു പാർട്ടിയായി ഇത് മാറി. കേരളത്തിൽ മറ്റേതെങ്കിലും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിമാർ PMLA ആക്ടിൽ പ്രതിയായിട്ടുണ്ടോ? ഈ രാജ്യത്തെ ഏതെങ്കിലും CPM നേതാക്കന്മാർ PMLA ആക്ടിൽ പ്രതിയായിട്ടുണ്ടോ? കള്ളപ്പണം വെളുപ്പിക്കുന്ന കേസിൽ നിങ്ങളുടെ പാർട്ടി നേതാക്കന്മാർ പ്രതിസ്ഥാനത്ത് ജാമ്യമെടുക്കാൻ നിൽക്കുന്ന ഒരു കാഴ്ച തൃശ്ശൂർ ജില്ലയിലുണ്ട്. ആ കരുവന്നൂരിലെ സംഘമാണ് ഈ പറയുന്ന വരവൂരിലെ ബ്ലോക്ക് പഞ്ചായത്ത്, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ ഈ കൂറുമാറ്റത്തിന് വേണ്ടിയുള്ള നടപടികൾ. ഇവർക്കൊന്ന് 50 ലക്ഷം രൂപയൊന്നും ഇവർക്ക് പുല്ല് വിലയാണ്. ഈ പറയുന്ന കരുവന്നൂർ സംഘം എത്ര കോടി രൂപയുടെ ഇടപാടാണ് നടത്തിയത്? 150 കോടി രൂപയുടെ കള്ളപ്പണം വെളുപ്പിച്ച കേസിലെ പ്രതികൾ, അവർക്ക് എന്ത് 50 ലക്ഷം രൂപ മൂക്കിൽ വരിക്കാനുള്ള പണമാണ് ഈ കരുവന്നൂർ സംഘത്തിനുള്ളത്. അപ്പോൾ ഇതൊന്നും ഞങ്ങളെ പറഞ്ഞ് പിന്നെ വേറെ വിഷയത്തിൽ അനിലക്കര ചേട്ടൻ അങ്ങനെ അനിലക്കര ചേട്ടൻ വന്നെടുത്ത് ചാടില്ല. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ആധികാരികമായി CPM ജില്ലാ സെക്രട്ടറിയെ വെല്ലുവിളിക്കുന്നു. ഞാൻ കേസുമായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ UDF കോൺഗ്രസ് കേസുമായി പോകുമ്പോൾ നിങ്ങളിത് സ്റ്റേക്കോ ഇത് തടുക്കാനോ വരരുത്. ഇവിടെ ലൈഫ് മിഷൻ കേസുണ്ടായല്ലോ. ഹൈക്കോടതിയിൽ നിങ്ങൾ ആ കേസിന് സ്റ്റേ പെറ്റീഷൻ പോയില്ലേ? സുപ്രീം കോടതി നിങ്ങൾ സ്റ്റേ പെറ്റീഷന് പോയില്ലേ? എന്തിനാണ്? നിങ്ങൾക്ക് ഭയമുള്ളതുകൊണ്ടാണ്. ഞങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ നിങ്ങൾ ഇതിനെ ഒബ്ജക്ട് ചെയ്യാൻ വരരുത്. നിങ്ങൾ ഈ അന്വേഷണത്തെ സ്വാഗതം ചെയ്യണം. നട്ടെല്ലുണ്ടെങ്കിൽ. അതാണ് എൻ്റെ അഭിപ്രായം. അതാണ് വെല്ലുവിളി അനിലക്കരയുടേത്. അത് ex-MLA കൂടിയായ അബ്ദുൽ ഖാദർ ഏറ്റെടുക്കുമോ എന്നുള്ളതാണ്. Debate with Dr. Arun Kumar.